വായിച്ചാൽ വിളഞ്ഞു വളരും, വായിച്ചില്ലേൽ വളഞ്ഞു വളരും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വളരെയേറെ രസം നിറഞ്ഞ ചൊല്ലുകൾ അറിയാത്ത മലയാളികൾ ഉണ്ടാകുമോ? നിരവധി ചൊല്ലുകളാൽ സമൃദ്ധമായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ എഴുത്തുകൾ. കുട്ടികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശനായും വട്ടക്കണ്ണട വെച്ച മുതിർന്നവരുടെ പ്രിയ മാഷായും അദ്ദേഹം പ്രിയപ്പെട്ടവനായി. പൊതുവെ കുട്ടി കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിനെ പ്രശസ്തനാക്കിയതെങ്കിലും അത്തരം കുഞ്ഞു കവിതകളിൽ ഉറച്ചുപോയ ഒരു കവി ആയിരുന്നില്ല അദ്ദേഹം. എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല കുഞ്ഞുണ്ണി എന്ന വ്യക്തി, നല്ലൊരു ചിത്രകാരനും കൂടിയായിരുന്നു. ഭൂമിഗീതം എന്നൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടോടി ശൈലിയിലാണ് ചിത്രകലയെ മാഷ് സമീപിച്ചിരുന്നത്. വരയുടെ ആന്തരിക സൗന്ദര്യത്തിൽ ഏറെ മുഴുകി നിൽക്കുന്ന നിറക്കൂട്ടുകൾ കാഴ്ചക്കാരൻ്റെ കണ്ണിനെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കാൻ പോന്നതായിരുന്നു. പക്ഷേ ചിത്രങ്ങളിൽ പലതും തൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റും നൽകിയതിനാൽ അവ ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതിനാൽ തന്നെയാകണം മാഷിനെ ചിത്രകാരൻ എന്ന നിലയിൽ അധികം ആരും അറിയാതെ പോയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ലാളിത്യം കൊണ്ട് തന്നെ ബാലസാഹിത്യ കർത്താവായാണ് കുഞ്ഞുണ്ണി മാഷ് പുറമെ അറിയപ്പെട്ടതും. മാത്രമല്ല, തനിക്ക് വരുന്ന കുട്ടികളുടെ കത്തുകൾക്ക് പോലും ഒരു മുത്തശ്ശനായി നിന്നുകൊണ്ട് അദ്ദേഹം മറുപടികൾ അയക്കുകയും ചെയ്യുമായിരുന്നു. ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 കുഞ്ഞുണ്ണി മാഷ് ജനിച്ചു. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കോഴിക്കോട്ടാണ് ചെലവഴിച്ചത്. 1953 കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. 1982 അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തുള്ളൽ കഥകൾ എഴുതി അദ്ദേഹം സ്വയം അവതരിപ്പിച്ചിരുന്നു. 10ാം തരം കഴിഞ്ഞ സമയത്ത് യുഗപ്രപഞ്ചം എന്ന തുള്ളൽ എഴുതി കവിയായി അറിയപ്പെട്ടു തുടങ്ങി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതിയിരുന്നു. 1981 മുതൽ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലർവാടി എന്ന കുട്ടികളുടെ മാസികയിൽ അദ്ദേഹം കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന പംക്തി എഴുതി തുടങ്ങി. അനേകം കുട്ടികളെ സാഹിത്യകാരാക്കിയ പ്രശസ്ത പംക്തിയായി അത് നീണ്ട 17 വർഷം തുടർന്നു. ആ പംക്തി നിർത്തിയ ശേഷം 2002 വരെ കുഞ്ഞുണ്ണി മാഷുടെ പേജ് എന്ന പേരിൽ മറ്റൊരു പംക്തിയിലൂടെ 5 വർഷം കൂടി കുഞ്ഞുണ്ണി മാഷ് മലർവാടിയിൽ ഉണ്ടായിരുന്നു. മലയാള കവിതയിൽ ഹ്രസ്വവും ചടുലവുമായ ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി. അലങ്കാര സമൃദ്ധമായ കാവ്യശൈലിയിൽ നിന്ന് മാറി ചെറുതും കാര്യമാത്ര പ്രസക്തവുമായ കവിതാ രീതിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു. ഈരടികൾ മുതൽ 4 വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിൽ ഏറെയും. രൂപപരമായ ഹ്രസ്വതയെ മുൻനിർത്തി ജപ്പാനിലെ ഹൈക്കു കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുണ്ട്. 1974 1984 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1982 സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, 2002 വാഴക്കുന്നം അവാർഡ്, 2003 VA കേശവൻ നായർ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തി കേരള സാഹിത്യ അക്കാദമിയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും 1988 2002 പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അവിവാഹിതനായിരുന്ന അദ്ദേഹം തൻ്റെ വലപ്പാടുള്ള തറവാട്ടിൽ 2006 മാർച്ച് 26 ലോകത്തോട് യാത്രയും പറഞ്ഞു. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ് തൻ്റെ പൊക്കമില്ലായ്മയെ കളിയാക്കിയവരോട് തൻ്റെടത്തോടെ മറുപടിയും നൽകി അദ്ദേഹം. കുഞ്ഞുണ്ണി മാഷിനെ പുരസ്കാരങ്ങൾ നൽകി ഏറെ ആദരിച്ചിട്ടുണ്ടെങ്കിലും അതിലും എത്രയോ ഏറെയായിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളിൽ നിന്നും തൻ്റെ പ്രിയ വായനക്കാരിൽ നിന്നും ലഭിച്ച ആദരവും സ്നേഹവും. അല്ലെങ്കിലും ഒരു എഴുത്തുകാരൻ ജനിക്കുന്നത് വായനക്കാരൻ്റെ ഉള്ളിലാണ്. അതിനാൽ തന്നെയാണ് ആ എഴുത്തുകാരന് മരണമില്ലാത്തതും. എത്ര ന്യൂ ജനറേഷൻ വന്നാലും കുഞ്ഞുണ്ണി മാഷിനെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകളെയും മറക്കാൻ മലയാളം ഉള്ള കാലത്തോളം മലയാളികൾക്ക് ആകുമെന്ന് തോന്നുന്നില്ല. അത്രയധികം വരികൾ കൊണ്ട് ജീവിതം വരച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം.